നാളെ അപ്പോൾ ഹിസ്റ്ററി എക്സാമാണ്. അപ്പം നാളത്തെ എക്സാമിന് ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചിട്ടും കിളി പോയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു 14 ക്വസ്റ്റ്യൻസ് ഇന്ന് പഠിപ്പിച്ച് വിടാം. നിങ്ങൾ ഈ 14 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ നോക്ക്. നിങ്ങൾ എന്തായാലും എക്സാം പാസ്സാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ 3ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. ഹരപ്പൻ സിവിലൈസേഷൻ ഓർ ഹരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും. 1, എന്താണ് ഹരപ്പൻ സിവിലൈസേഷൻ? ഹരപ്പൻ സിവിലൈസേഷൻ്റെ ക്രാഫ്റ്റ് എങ്ങനെയാണ്? അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഈ ഒരു ചോദ്യം മസ്റ്റാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഹരപ്പൻ സിവിലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു പണ്ടത്തെ കാലത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചത്? കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞൊക്കെയാണ് ജീവിച്ചത്. അപ്പം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? അപ്പം അലഞ്ഞു തിരിഞ്ഞ് നടന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്ഥലത്ത് താമസിക്കാനായിട്ട് തുടങ്ങി. അതിനെയാണ് സിവിലൈസേഷൻ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സിന്ധു നദി ഉണ്ടല്ലോ, സിന്ധു നദിയുടെ തീരത്ത് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുറേ ആളുകൾ ചേർന്ന് താമസിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ആ ഒരു സംസ്കാരത്തെ സിന്ധു നദിയുടെ സംസ്കാരം എന്നോ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും ഹരപ്പൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ ഹരപ്പൻ സിവിലൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വീടുകളാണ് പ്രധാനമായിട്ടും. നമ്മൾ പറഞ്ഞു എന്താണ്, ഒറ്റ മുറിയുള്ള വീടുണ്ട്, 12 മുറിയുള്ള വീടുകളുണ്ട്. ഇവർക്ക് സ്വന്തമായിട്ട് കിണറുണ്ട്, അഴുക്കുചാലുണ്ട്, ശുചിത്വം ഭയങ്കരമായിട്ട് ഹൈജീനിക് ആയിട്ടുള്ളൊരു ആളുകളാണ് നമ്മൾ ഈ ഒരു ഹരപ്പയിലുള്ള ആളുകൾ. ഇവർക്ക് വലിയ വലിയ കുളിമുറികളുണ്ട്. അങ്ങനെ പല പല ഐറ്റംസും എന്താണ് ഇവർക്കുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവരുടെ ക്രാഫ്റ്റ് വർക്ക്, ഇൻഡസ്ട്രീസ് ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ഉള്ളത്. അപ്പം നമുക്കറിയാം ഹരപ്പയിലുള്ള ആളുകൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് ഒരു പണിയില്ലാത്ത ആളുകൾ മൺപാത്രങ്ങൾ നിർമ്മിച്ചാണ് ജീവിക്കുന്നത്. ഈ മൺപാത്രങ്ങൾ എങ്ങനെയായിരിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം ചെറുതും ചിത്രപ്പണി നിറഞ്ഞതൊക്കെ ആയിരിക്കും ഇവരുടെ മൺപാത്രങ്ങൾ. പൊതുവെ കറുപ്പും ചുവപ്പും നിറത്തിലെ മൺപാത്രങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹരപ്പയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹരപ്പൻ സിവിലൈസേഷനെ എന്തുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്? കാരണം എന്താണ്? സിന്ധു നദിയുടെ തീരത്താണല്ലോ ഇവർ താമസിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും പഠിച്ചിട്ട് പോ. ഹരപ്പൻ സിവിലൈസേഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ക്രാഫ്റ്റ് ഒരു എസ്സേ പോലെ പഠിച്ചു വെച്ചിട്ട് പോ. എന്ത് ചോദിച്ചാലും ഇത്രയും അങ്ങോട്ട് എഴുതി വെച്ചോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡീറ്റെയിൽ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ബയോയിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിനകത്ത് മെസ്സേജ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് എന്താണോ വേണ്ടത് എന്നുള്ളത് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ നോട്ടാണെങ്കിൽ ചാപ്റ്റർ നോട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് നോട്ട് കറക്റ്റ് എഴുതിയിട്ടാൽ മതി. ഞാൻ എല്ലാവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും, പക്ഷേ എങ്കിൽ ഞാൻ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. അതായത് നമ്മുടെ വേദകാലഘട്ടം ഉണ്ടല്ലോ, വേദകാലഘട്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിന്ധു നദിയുടെ സംസ്കാരം അവസാനിച്ചു. ഈ അവസാനിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആര്യന്മാരുടെ വരവാണ്. അപ്പം സെൻട്രൽ ഇന്ത്യയിൽ നിന്നും കുറച്ച് ആര്യന്മാർ നമ്മുടെ ഹരപ്പയിലേക്ക് വരികയും ഹരപ്പയിലുള്ള ആളുകളുമായിട്ട് യുദ്ധം ചെയ്ത് എങ്ങനെയോ ഹരപ്പൻ സിവിലൈസേഷൻ അവസാനിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ആര്യന്മാരുടെ ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ആര്യന്മാരുടെ കാലഘട്ടത്തെയാണ് നമ്മൾ വേദിക് ഏജ് എന്ന് പറയുന്നത്. ഈ വേദിക് ഏജിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. 1 ഏർലി വേദിക് ഏജും 2 ലേറ്റർ വേദിക് ഏജും. ഡിഫറൻസ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത് 2 ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഡിഫറൻസ് ബിറ്റ്വീൻ ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ് എന്ന് ചോദിച്ചാലും എഴുതാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏർലി വേദിക് പീരീഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം എന്താണ് 1500 മുതൽ 10000 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവർ വന്നപ്പോൾ. എവിടെയായിരുന്നു? പഞ്ചാബ്, പാകിസ്ഥാനിലൊക്കെ ആയിരുന്നു താമസിച്ചത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് വെച്ചാൽ മൃഗപരിപാലനമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പാലും മാംസമൊക്കെ ഉപയോഗിച്ചായിരുന്നു ഇവർ താമസിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ വർണ്ണവ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? ചതുർവർണ്ണ സിസ്റ്റം എന്ന് പറയും. അതായത് ആളുകളെ അവരവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവരുടെ ജാതി തരംതിരിക്കുന്നത്. ഇപ്പം ഞാൻ പൂജാരി ആണെങ്കിൽ എൻ്റെ ജാതി ബ്രാഹ്മണനാണ്, മനസ്സിലായോ? അങ്ങനെ ഓരോരുത്തരുടെ ജോലി അനുസരിച്ചായിരിക്കും അവരുടെ ജാതി നിർണ്ണയിക്കുന്നത്. അതിനെയാണ് വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. അത് അന്ന് അവിടെ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് ഭയങ്കര മികച്ച ഒരു സ്ഥാനമായിരുന്നു ഈ ഏർലി വേദിക് പീരീഡിൽ ആളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രധാനമായിട്ടും ഒരൊറ്റ വേദം ഉണ്ടായിരുന്നുള്ളൂ, ഋഗ്വേദം. 2ാമത്തെ കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ്. ഇതെന്ന് പറയുമ്പോൾ ഒരു 1000 തൊട്ട് 600 കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉത്തരേന്ത്യ മുഴുവനും വ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉത്തരവേദ കാലഘട്ടം. ഇവർക്ക് ഉത്തരവേദ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ധാന്യവിഭവങ്ങൾ, അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് കിട്ടും? ധാന്യവിഭവങ്ങളൊക്കെ കിട്ടത്തില്ലേ? അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ വർണ്ണവ്യവസ്ഥ
അവസാനങ്ങളിലാണ് ശക്തമായത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്ഥാനം കുറഞ്ഞു വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഉത്തരവേദ കാലഘട്ടം അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരീഡ് തൊട്ടാണ് സ്ത്രീകളുടെ അവസ്ഥ വളരെയധികം താഴ്ന്നു പോയത്. ഓക്കെ, അന്നത്തെ പ്രധാനപ്പെട്ട വേദങ്ങൾ യജുർവേദം, അഥർവവേദം, ഉപനിഷത്ത് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്താണ്, അല്ലെങ്കിൽ ഗുപ്തന്മാരുടെ കാലഘട്ടത്തെ എന്തുകൊണ്ടാണ് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്? അപ്പം പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ കാലഘട്ടമായിരുന്നു. രാജ്യങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് വിഭജിച്ച് ഓരോ ആളുകളിലായിട്ട് ഏൽപ്പിച്ചിരുന്നു. വ്യാപാര ബന്ധം കുറഞ്ഞിരുന്നു. കലാ സാഹിത്യ മേഖലയിലൊക്കെ ഭയങ്കരമായിട്ട് വീഴ്ചകളുണ്ടായത് ഈ പോസ്റ്റ് ഗുപ്ത കാലഘട്ടത്തിലാണ്. ബുദ്ധമതം താഴ്ന്നതും ഹിന്ദുമതം ഉയർന്നു വന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഒന്നുമില്ല, മൊത്തത്തിൽ ക്ഷയിച്ചു. അതാണ് പോസ്റ്റ് ഗുപ്ത പീരീഡ് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഗുപ്തൻ കാലഘട്ടത്തെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു കാലഘട്ടത്തിൽ കലയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു. കാരണം ശില്പം, സാഹിത്യം, ശാസ്ത്രം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഈ നവരത്നാസ് ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട നവരത്നാസ് കാളിദാസനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ കാലഘട്ടത്തിൽ ഗുപ്തന്മാരുടെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. വ്യാപാരമൊക്കെ വളരെ ശക്തമായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തെ എന്തുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിലെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് അവർ ഫേസ് ചെയ്തത്? ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ള സാമ്രാജ്യം, ഡൽഹി സുൽത്താനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു അഞ്ച് മുസ്ലിം രാജവംശം, അതിനെയാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഈ ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഒന്ന്, തുർക്കികളുടെ ആക്രമണം. 2, മംഗോളിയയുടെ ആക്രമണം. മാത്രമല്ല ഭരണാധികാരികൾ കൊണ്ടുവരുന്ന പരിഷ്കരണങ്ങൾ ഒട്ടും നല്ലതല്ലാത്തത് കൊണ്ടും ഭാഷാപരമായിട്ടുള്ള പ്രശ്നം. ഇൽത്തുമിഷിൻ്റെയൊക്കെ കാര്യത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മകൾ അധികാരത്തിൽ വന്നു, സ്ത്രീകൾ ഭരണത്തിൽ വന്നത്. അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഡൽഹി സുൽത്താനേറ്റ് അവസാനിച്ചത്. ഓക്കെ, പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇൽത്തുമിഷിനെ പറ്റി ചോദിക്കാം. ഈ ഇൽത്തുമിഷ് ആരാണ്? പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ മകനാണ് ഇൽത്തുമിഷ്. ഇങ്ങേര് ചെയ്ത കോൺട്രിബ്യൂഷൻസ് എന്ന് വെച്ചാൽ ഇങ്ങേര് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അതിരുകളുണ്ടല്ലോ, ആ ബൗണ്ടറി ഏരിയാസൊക്കെ ഭയങ്കരമായിട്ട് വലുതാക്കി. മംഗോളിയന്മാരെ എതിർത്ത് നിന്നു. ഇദ്ദേഹത്തിന് മകനെക്കാട്ടി ഇഷ്ടം മകളെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ് എന്ത് ചെയ്തത്, ആ ഒരു അവസാനം സുൽത്താനേറ്റിൻ്റെ രാജ്ഞിയായിട്ട് മാറിയത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ അദ്ദേഹത്തിൻ്റെ മക്കൾ 3-ാമത്തെ ആളോ 4-ാമത്തെ ആളോ കൊന്നു കളഞ്ഞിട്ട് വീണ്ടും അവർ അധികാരം പിടിച്ചടക്കി. അങ്ങനെയാണ് കഥ. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ശിവജിയുടെ പരിഷ്കാരങ്ങൾ. ശിവജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എവിടുത്തെ ആളാണ് നമ്മുടെ ശിവജി എന്ന് പറയുന്നത്. ശിവജി മറാത്ത എന്ന് പറഞ്ഞ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് നമ്മുടെ ശിവജി എന്ന് പറയുന്നത്. അയാളുടെ പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അയാളായിരിക്കും രാഷ്ട്രത്തിൻ്റെ തലവൻ. അയാൾക്ക് താഴെ 8 അംഗത്തിലുള്ളൊരു മന്ത്രിസഭയുണ്ട്. രാജ്യത്തെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രവിശ്യകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അദ്ദേഹം 2 തരത്തിലുള്ള നികുതികൾ ഇമ്പോസ് ചെയ്ത്, ഏതൊക്കെയാണ്? ചൗത്തും സർദേശ് മുക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ. അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ചോദിക്കാം അലാവുദ്ദീൻ ഖിൽജിയുടെ പരിഷ്കാരങ്ങൾ. നമുക്കറിയാം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പ്രധാനമായിട്ടും ഡൽഹിയിൽ 3 പ്രധാന വിപണികൾ ഉണ്ടാക്കി. പൊതുവിപണി, ദ്രവ്യവിപണി, കുതിരവിപണി. എന്നിട്ട് ഓരോന്നിനും ഓരോ വിലകൾ നിർമ്മിച്ചു, അതായത് നിശ്ചയിച്ചു. ഓരോ ഉൽപ്പന്നത്തിനും ഓരോ വില നിശ്ചയിച്ചു. മാത്രമല്ല ക്ഷാമ കാലഘട്ടത്തിൽ ഉപയോഗിക്കാനായിട്ട് സർക്കാരിൻ്റെ കീഴിൽ ഒരു ഫണ്ടാരം ഉണ്ടാക്കി കേട്ടോ. അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു? നമുക്കറിയാം തലവൻ ആരായിരിക്കും? നമ്മുടെ രാജാവ് ആയിരിക്കും. രാജാവിൻ്റെ കയ്യിലായിരിക്കും നിയമവും നിർദ്ദേശവും ഒക്കെ വരുന്നത്. രാജാവിന് താഴെ വരുന്ന ആളെ നമ്മൾ ദിവാൻ എന്ന് പറയുന്നു. വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അങ്ങേരായിരിക്കും. നികുതി ശേഖരണവും ചിലവൊക്കെ അങ്ങയുടെ കയ്യിലായിരിക്കും. പിന്നെ വരുന്നത് മിർ ബഷി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ നമ്മൾ സൈനിക തലവൻ എന്ന് പറയുന്നു. അറിയാമല്ലോ, സൈനികത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡീൽ ചെയ്യും. പിന്നെ വരുന്നത് സൗബേദാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരനാണ് ഈ ഓരോ പ്രവിശ്യകളിലെ നികുതിയും നിയമവും ഒക്കെ നോക്കുന്നത്. പിന്നെ ഉള്ളത് സർക്കാർ ബില്ല അല്ലെങ്കിൽ പർഗാന എന്നൊക്കെ പറയുന്നത് വെച്ചാൽ താലൂക്കുകളായിട്ട് വിഭജിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ സൂഫി മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് ചോദിക്കാം. ഈ സൂഫി മൂവ്മെൻറ്റിൻ്റെ ടീച്ചിങ് എന്താണ്? അപ്പം ഈ സൂഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാം ഉണ്ടല്ലോ, ഇസ്ലാം നമ്മുടെ ഒരു 18ാമത്തെ നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് മതനവീകരണം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മതത്തിൻ്റെയും മാറ്റങ്ങൾ വന്നു. ഇപ്പം
ഹിന്ദു മതത്തിൽ വന്ന ഒരു മാറ്റമാണ് ബുദ്ധമതം ജൈനമതം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭക്തി മൂവ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്? ഹിന്ദു മതത്തിലെ നവീകരണ പ്രസ്ഥാനങ്ങളാണ്. അതേപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ വന്ന ഒരു നവീകരണ പ്രസ്ഥാനമാണ് സൂഫി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവർ ദൈവത്തെ ആരാധിക്കുന്നത് സ്നേഹത്തിലൂടെയാണ്. അതേപോലെ തന്നെ ഡാൻസിലൂടെ നൃത്തത്തിലൂടെയൊക്കെയാണ് ഇവർ ദൈവത്തിനെ ആരാധിക്കുന്നത്. അതായത് ഇവർ വിശ്വസിക്കുന്നത് സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. മനഃശുദ്ധിക്ക് ആണ്. അതേപോലെ തന്നെ മാനവികത, ക്ഷമ, സഹിഷ്ണുത, സമാധാനം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവരുടെ മെയിനായിട്ടുള്ള സന്ദേശങ്ങളെന്ന് പറയുന്നത്. പിറിൻ്റെ വഴി തുടരുക. പിറാണ് ഇവരുടെ ഗുരുവായിട്ട് പറയുന്നത്. ഒരു 8-9 നൂറ്റാണ്ടുകളിലൊക്കെ ആയപ്പോഴാണ് നല്ല രീതിയിൽ വികസിച്ചത് സൂഫികൾ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സൂഫിയുടെ ഗുരുവിൻ്റെ പേരെന്താണ്? പിർ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് നമുക്ക് അടുത്ത് നോക്കാം. അമീർ ഖുസ്രു, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമീർ ഖുസ്രു ആരാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്. ഹിന്ദിയും അതേപോലെ തന്നെ പേർഷ്യൻ ലാംഗ്വേജും കൂടെ ചേർന്നിട്ട് ഒരു മിക്സ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഹിന്ദവി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സംഗീതവും സാഹിത്യവും കൂടെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ വേറൊരു മിക്സ് ഉണ്ട്. അതിനെ നമ്മൾ വവ്വാലി എന്ന് പറയും. വവ്വാലി അല്ല, ഗവ്വാലിയാണ് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം നിരവധി ഗസലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പേർഷ്യൻ ഭാഷ വികസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം പോലീസാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അമീർ ഖുസ്രുവിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ ഹണ്ടർ കമ്മീഷൻ എന്താണ്? ഹണ്ടർ കമ്മീഷൻ എന്നുള്ളതാണ്. ഈ ഹണ്ടർ കമ്മീഷൻ എന്തോന്നാണ്? അതേപോലെ തന്നെ അപ്പം ഈ ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നൊരു പരിഷ്കരണമാണ്. 1882 തൊട്ട് 1882 വന്നിട്ടുള്ള ഒരു പരിഷ്കരണം. അപ്പം ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായില്ലേ? എയ്ഡഡ് സ്കൂളുകൾ സ്ഥാപിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത് എന്താണ് റൗലറ്റ് ആക്ട്, അതേപോലെ തന്നെ റെഗുലേറ്ററി ആക്ട്, പിറ്റ് ഇന്ത്യ ആക്ട്. റെഗുലേറ്ററി ആക്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലെ എല്ലാ കാര്യങ്ങളും ക്രൗൺ അറിയുകയും ക്രൗൺ നേരിട്ട് വന്ന് ഇന്ത്യയെ ഭരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് റൗലറ്റ് ആക്ടിൽ മെയിനായിട്ട് പറയുന്നത്. പിന്നെ പിറ്റി ആക്ട്സും കൂടി ഒന്ന് ആലോചിച്ചു. അതായത് പിറ്റി ആക്ട്സ് എന്ന് വെച്ചാൽ റൗലറ്റ് ആക്ടിൻ്റെ കുറച്ചുകൂടെ ഒരു അതായത് കുറച്ചുകൂടെ ഒരു മോഡൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ള ആ കാര്യമാണ്. ആ രണ്ട് കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഞാനതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. പിന്നെ നമുക്ക് നോക്കാം വെർണാക്കുലർ പ്രസ് ആക്ട് എന്താണ്. ഈ വെർണാക്കുലർ പ്രസ് ആക്ട് എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ ആളുകൾ അവരുടെ പ്രതിഷേധങ്ങളും എഴുത്തിലൂടെയൊക്കെയാണ് വർണ്ണിക്കുന്നത്. അപ്പം പ്രസ്സിൽ നിയന്ത്രണം ബ്രിട്ടീഷുകാർ നിയമിച്ചു. അതായത് എന്ത് പ്രസിദ്ധീകരിക്കണമെങ്കിലും ബ്രിട്ടീഷുകാരുടെ അനുമതി വേണം. മനസ്സിലായോ? അതിനെയാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അതായത് പ്രസ് ആക്ട് എന്താണോ നിങ്ങൾ അതായത് എന്താണോ നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉൾപ്പെടുത്തുന്നത് മൊത്തവും ബ്രിട്ടീഷുകാരുടെ അനുവാദത്തോടെ ഇല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അടുത്ത് വരുന്ന രാമകൃഷ്ണ മിഷൻ എന്താണ്, ആര്യ സമാജം എന്താണ്, പ്രാർത്ഥനാ സമാജം എന്താണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടേ ഞാനിത് പറഞ്ഞതാണ്. നിങ്ങൾക്കും ബോറടിച്ചു, എനിക്കും ബോറടിച്ചു. അതുകൊണ്ട് നിങ്ങൾ അതുകൂടി പഠിച്ചു വെച്ചേക്കാം. അടുത്ത് നമുക്ക് നോക്കാം സെയ്ദ് അഹമ്മദ് ഖാൻ. മുസ്ലിംസിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ നവീകരണ പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് അലിഗഡ് മുസ്ലിം ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചത്. അപ്പം അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസും പഠിക്കുക. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്ന ഒരു ആളായിരുന്നു സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ 14 ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എക്സാം പാസ്സാവും, ഞാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ എക്സാമാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ എഴുതണോ വേണ്ടേ ഡബിൾ മനസ്സായിട്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, പിള്ളേർ എക്സാം വരും പോവും, ചിലപ്പം തോക്കും ചിലപ്പം ജയിക്കും. ഓക്കെ, തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ലാസ്റ്റ് എക്സാം ഒന്നും അല്ല. ഓക്കെ, ഇനിയും കിടക്കുകയാണ് എക്സാം. ഇപ്പോൾ തോറ്റാൽ നമ്മൾ അടുത്ത ഒക്ടോബറിൽ എഴുതും. ഓക്കെ, കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വാ. ചിലപ്പോൾ നിങ്ങൾ ജയിച്ചാലോ, നമുക്കറിയത്തില്ല, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അധിക സാഹിത്യത്തിലോട്ട് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോടി പാസ്സാവാനായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്യണം, എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം കേട്ടോ. താഴെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.